അമൃത് വേണി ലൈഫ് ക്വിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ് ആലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ നീതു കൃഷ്ണ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 27 തിങ്കളാഴ്ച. സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം. രാത്രി 15 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ നിയന്ത്രണം ഏർപ്പെടുത്താനാണ് KSEBയുടെ തീരുമാനം. ലോഡ് കൂടുന്നതിനനുസരിച്ച് പ്രാദേശികമായി നിയന്ത്രണം ഏർപ്പെടുത്തും. സാധ്യമായ സമയത്ത് SMS വഴി അറിയിക്കും. വൈദ്യുതി നിയന്ത്രണമില്ലാതെ മുന്നോട്ടു പോകാനാകില്ലെന്നും ജനങ്ങൾ സഹകരിക്കണമെന്നും KSEB. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധിക്ക് പരിഹാരമാകണമെങ്കിൽ പശ്ചിമേഷ്യയിലെ സംഘർഷം തീരണമെന്നും ഒപ്പം സംസ്ഥാനത്ത് മഴ പെയ്യണമെന്നും വൈദ്യുതി മന്ത്രി K. കൃഷ്ണൻകുട്ടി. കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചയ്ക്കിടെ രമേശ് ചെന്നിത്തലയെക്കുറിച്ച് ഇംഗ്ലീഷ് ദിനപത്രത്തിൽ ഫീച്ചർ പരസ്യം. അങ്ങനെയൊരു പരസ്യം കണ്ടില്ലെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. മുഖ്യമന്ത്രി ചർച്ചയിൽ മാധ്യമങ്ങൾക്കാണ് വിലക്ക് വരേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രി കസേരയ്ക്കായി നേതാക്കളുടെ പോരിനെ തൃശൂർ പൂരം വെടിക്കെട്ടിനോട് ഉപമിച്ച് കോൺഗ്രസ് നേതാവ് K. മുരളീധരൻ. തൃശൂർ പൂരത്തിന് വെടിക്കെട്ട് ഇല്ലാതിരുന്നതിനാൽ ആ നിരാശ ഒഴിവാക്കുവാനുള്ള വെടിക്കെട്ടായി കണ്ടാൽ മതിയെന്നാണ് മുരളീധരന്റെ പ്രതികരണം. ഒരാഴ്ച കഴിയുമ്പോൾ കുട്ടി ആണാണോ പെണ്ണാണോ എന്നറിയാമെന്നും അദ്ദേഹം പറഞ്ഞു. തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ട് പുര ദുരന്തത്തിൽ ചികിത്സയിലായിരുന്ന ഒരാൾ കൂടി മരിച്ചു. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന തൃശൂർ സ്വദേശി രാകേഷാണ് മരിച്ചത്. ഇതോടെ മരിച്ചവരുടെ എണ്ണം 17 തൃശൂർ പൂരത്തിന് പരിസമാപ്തി. ദേവതമാർ ഉപചാരം ചൊല്ലി പിരിഞ്ഞു. രാവിലെ ആരംഭിച്ച പകൽപൂരം ഉച്ചയോടെ വടക്കുന്നാഥന്റെ ശ്രീമൂലസ്ഥാനത്ത് സമാപിച്ചു. അടുത്ത വർഷം ഏപ്രിൽ 17 പൂരം. സംസ്ഥാനത്തെ വിവിധ സ്ഥലങ്ങളിൽ പാമ്പുകടിയേറ്റ് നിരവധി പേർ ചികിത്സ തേടി. ചെറായി ബീച്ചിലെ റിസോർട്ടിന്റെ പുൽത്തകിടിയിൽ കോയമ്പത്തൂർ സ്വദേശി ശർമിള, കോഴിക്കോട് പേരാമ്പ്ര കണ്ണിപ്പൊയിൽ ചിത്രാഞ്ജലിയിൽ ശിവദാസന്റെ മകൾ അഞ്ജലി, പൂനൂർ സ്വദേശി മുഹമ്മദ് അൻസാർ എന്നിവർക്ക് പാമ്പുകടിയേറ്റു. പത്തനംതിട്ട കോന്നി ഇളകൊള്ളൂരിലെ വീട്ടിൽ നിന്ന് തുടർച്ചയായ 3-ാം ദിവസവും പെരുമ്പാമ്പിനെ പിടികൂടി. കണ്ണൂർ കക്കാട് ഫ്ളാറ്റിൽ നിർത്തിയിട്ട സ്കൂട്ടറിൽ നിന്ന് മൂർഖൻ പാമ്പിനെ പിടികൂടി. തൊണ്ടിമുതൽ കേസിലെ ശിക്ഷാവിധിക്കെതിരെ ആന്റണി രാജു നൽകിയ അപ്പീൽ സുപ്രീം കോടതി തള്ളി. ഹൈക്കോടതി പരാമർശങ്ങൾ നീക്കണമെന്ന ആവശ്യം അംഗീകരിച്ചില്ല. ജസ്റ്റിസ് ദീപാങ്കർ അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ KSU പ്രതിഷേധത്തിനിടെ മന്ത്രി വീണ ജോർജിന് പരിക്കേറ്റത് ആയുധം കൊണ്ട് ആക്രമിച്ചതിനാലാണെന്ന് താൻ പറഞ്ഞിട്ടില്ലെന്ന് സ്പീക്കർ AN ഷംസീർ. മന്ത്രിയെ കണ്ടപ്പോൾ വളരെ അവശയായിരുന്നു. ആശുപത്രിയിൽ ഡോക്ടറെ കാണണമെന്ന് ഉപദേശിച്ചെന്നും അദ്ദേഹം വിശദീകരിച്ചു. കേരളത്തിൽ ആദ്യമായി എയർ ആംബുലൻസ് വഴി ഹൃദയം എത്തിച്ച് ശസ്ത്രക്രിയയ്ക്ക് വിധേയയായ മാത്യു അച്ചാടൻ അന്തരിച്ചു. 57 വയസ്സായിരുന്നു. ചാലക്കുടിക്കടുത്ത് പരിയാരം സ്വദേശിയും ഓട്ടോ ഡ്രൈവറും ചുമട്ടുതൊഴിലാളിയുമായിരുന്ന മാത്യുവിന് 10 വർഷം മുൻപാണ് ഹൃദയം മാറ്റിവെച്ചത്. ഇടുക്കി നെടുങ്കണ്ടത്ത് കുഴിച്ചിട്ട നിലയിൽ അമ്മയുടെയും മകന്റെയും മൃതദേഹം. നെടുങ്കണ്ടം പച്ചടിക്ക് സമീപമാണ് സംഭവം. പച്ചടി സ്വദേശി മേരിക്കുട്ടിയുടെ വീട്ടുപറമ്പിൽ കുറച്ചുനാളായി കാണാതായിരുന്ന മേരിക്കുട്ടി മാത്യു, മകൻ റെജി എന്നിവരുടെ മൃതദേഹങ്ങളാണെന്ന് സംശയിക്കുന്നു. ഇരുവരെയും കൊലപ്പെടുത്തിയതാകാമെന്ന് പോലീസ്. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ നിതിൻ രാജിന്റെ മരണത്തിന് ഉത്തരവാദികളായവരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് നാളെ രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ സംസ്ഥാന ഹർത്താലിന് ആഹ്വാനം നൽകി ദളിത് സംഘടനകൾ.
52 ദളിത് സംഘടനകളാണ് ഹർത്താൽ സംഘടിപ്പിക്കുന്നത്. നിർബന്ധിതമായി വാഹനങ്ങൾ തടയില്ലെന്ന് അവർ അറിയിച്ചു. സംസ്ഥാനത്ത് ഇന്നു മുതൽ വേനൽ മഴയ്ക്ക് സാധ്യത. ഇടിമിന്നലും ശക്തമായ കാറ്റും ഉണ്ടാകാം. മഴ മുന്നറിയിപ്പിനിടെയും സംസ്ഥാനത്ത് ഇന്ന് താപനില മുന്നറിയിപ്പുണ്ട്. പുതുപ്പള്ളിയിലെ വോട്ടിംഗ് മെഷീനുകൾ സൂക്ഷിച്ചിരുന്ന സ്ട്രോങ് റൂമിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചില്ലെന്നും CCTV ക്യാമറകൾ കൃത്യമായി പ്രവർത്തിച്ചില്ലെന്നും ചാണ്ടി ഉമ്മൻ. പുതുപ്പള്ളി, ചങ്ങനാശ്ശേരി മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ വെച്ചിരിക്കുന്നത് ഒരേ ഹാളിലാണെന്നും ഇതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയെന്നും ചാണ്ടി ഉമ്മൻ അറിയിച്ചു. ആഗോള അയ്യപ്പ സംഗമം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് 55 ലക്ഷം കൂടി നൽകി. എന്നാൽ 7 കോടിയും കിട്ടണമെന്ന നിലപാടിലാണ് ഊരാളുങ്കൽ സൊസൈറ്റി. വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്കായി മുസ്ലിം ലീഗ് ആദ്യം നിർമ്മിച്ച 51 വീടുകളിൽ ഇന്ന് ഗൃഹപ്രവേശന ചടങ്ങ്. വൈകുന്നേരം നടക്കുന്ന ചടങ്ങിൽ മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള ലീഗ് നേതാക്കൾ പങ്കെടുക്കും. വന്യജീവി പാമ്പുകടി സംഭവത്തിൽ രാഷ്ട്രീയ പാർട്ടികളെ വിമർശിച്ച് കത്തോലിക്ക സഭയുടെ മുഖപത്രമായ ദീപിക. ഭരണ സംവിധാനങ്ങൾ മകുടി ഊതുന്ന രാഷ്ട്രീയ പാമ്പാട്ടികൾ എന്നാണ് ദീപികയുടെ മുഖപ്രസംഗം. മെയ് 4-നെങ്കിലും ഒരു സൂര്യൻ ഉദിക്കുമോ എന്ന് ചോദിച്ചിട്ടുമുണ്ട്. ആലപ്പുഴയിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കടത്തിയതുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ പുറത്താക്കിയ A. ഷാനവാസിനെ CPM തിരിച്ചെടുത്തു. ജോലി വാഗ്ദാനം നൽകി ദളിത് യുവതിയെ പീഡിപ്പിച്ചെന്ന കേസിൽ പ്രതിയായ പാലക്കാട് നഗരസഭയിലെ കോൺഗ്രസ് കൗൺസിലർ പ്രശോഭ് വത്സൻ മുൻകൂർ ജാമ്യത്തിന് കേരള ഹൈക്കോടതിയെ സമീപിച്ചു. തനിക്കെതിരായ പട്ടികജാതി പട്ടികവർഗ അതിക്രമ നിരോധന നിയമപ്രകാരമുള്ള വകുപ്പ് നിലനിൽക്കില്ലെന്ന് പ്രശോഭ് ഹർജിയിൽ വാദിക്കുന്നു. മൂന്നാറിൽ 3 മാസത്തിനിടെ 18 പശുക്കൾ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടെന്ന് കർഷകർ. മാടുകളെ വളർത്താനാകാത്ത വിധത്തിൽ വന്യമൃഗങ്ങളുടെ ആക്രമണം വർദ്ധിച്ചിരിക്കുകയാണെന്നും ക്ഷീരകർഷകർ. എല്ലാവർക്കും വന്നു ഡാൻഡ്രഫ്, എന്തു ചെയ്യും ചേട്ടാ? പേടിക്കണ്ട, ഇവിടുണ്ടല്ലോ ഡാൻഡ്രോക്കിൻ ഓയിൽ. ഉടനടി മാറും താരൻ, ഉപയോഗിക്കൂ വേഗം. അമൃത്വേനി ഡാൻഡ്രോക്വെറ്റ്, ദി അൾട്ടിമേറ്റ് ഡാൻഡ്രഫ് സൊല്യൂഷൻ. കുംഭമേള വൈറൽ താരത്തിന്റെ വിവാദ വിവാഹത്തിൽ പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്താൻ മധ്യപ്രദേശ് പോലീസ് വീണ്ടും കേരളത്തിലേക്ക്. പട്ടികവർഗ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം കേസിൽ പുതിയ വകുപ്പുകൾ ചേർക്കുമെന്നും പോലീസ് പറയുന്നു. ആം ആദ്മി പാർട്ടിയിൽ നിന്ന് BJPയിലേക്ക് കൂറുമാറിയ MP മാരെ അയോഗ്യരാക്കണമെന്ന ആം ആദ്മി പാർട്ടിയുടെ അപേക്ഷ രാജ്യസഭാ സെക്രട്ടേറിയറ്റ് തള്ളി. ഇതിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാനാണ് ദേശീയ കൺവീനർ അരവിന്ദ് കെജ്രിവാളിന്റെ തീരുമാനം. MLA മാരെ പിടിച്ചു നിർത്താൻ പഞ്ചാബിലെയും ഡൽഹിയിലെയും MLA മാരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. പശ്ചിമബംഗാളിൽ അവസാനഘട്ട വോട്ടെടുപ്പിന് മുന്നോടിയായി പോലീസ് നടത്തിയ സ്പെഷ്യൽ ബോംബ് ഡ്രൈവിൽ 100 കണക്കിന് നാടൻ ബോംബുകൾ പിടിച്ചെടുത്തു. തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകന്റെ വീട്ടിൽ നിന്നടക്കം ബോംബുകൾ കണ്ടെത്തിയതോടെ പ്രശ്നബാധിത മേഖലകളിൽ സുരക്ഷ ശക്തമാക്കി. ചൂടിനെ ചെറുക്കാൻ കീശയിൽ ഒരു സവാള കരുതിയാൽ മതിയെന്ന വിചിത്ര ഉപദേശവുമായി കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ. തന്റെ കാറിലോ ഓഫീസിലോ AC ഉപയോഗിക്കാറില്ല, പകരം പണ്ടുകാലം മുതലേ ഉള്ളി ശീലമാക്കിയെന്നും അദ്ദേഹം പറഞ്ഞു. ഉത്തർപ്രദേശിലെ ജിമ്മിലെ പിറന്നാൾ ആഘോഷത്തിനിടെ ഉണ്ടായ തർക്കത്തിൽ 3 പേർ വെടിയേറ്റ് മരിച്ചു. ഉത്തർപ്രദേശ് ബുലന്ദ് ഷഹറിൽ ശനിയാഴ്ചയായിരുന്നു സംഭവം. അമർദീപ് സൈനി, മനീഷ് സൈനി, ആകാശ് സൈനി എന്നിവരാണ് കൊല്ലപ്പെട്ടത്. ഇന്ത്യൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി അബുദാബിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയും UAEയും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ആഴത്തിലാക്കുന്നതിനും പ്രാദേശിക സുരക്ഷാ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനുമായിരുന്നു ഈ സന്ദർശനം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പങ്കെടുത്ത അത്താഴ വിരുന്നിനിടെ ഉണ്ടായ വെടിവയ്പ് ട്രംപിന്റെ നാടകമാണെന്ന് ഇറാൻ. ലെഗോ കളിപ്പാട്ടങ്ങളുടെ രൂപത്തിലുള്ള ആനിമേഷനിലൂടെ ട്രംപിനെയും സുരക്ഷാ വീഴ്ചകളെയും പരിഹസിച്ച് ഇറാൻ പുറത്തിറക്കിയ ആനിമേഷൻ വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ വൈറലായി.
വരും ദിവസങ്ങളിൽ UAE-യിൽ താപനില ഗണ്യമായി വർദ്ധിക്കുമെന്നും അന്തരീക്ഷം ഭാഗികമായി മേഘാവൃതമായിരിക്കുമെന്നും ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. രാജ്യത്തിന്റെ ഉൾപ്രദേശങ്ങളിൽ ചൂട് 43 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നേക്കാം. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ടെർമിനൽ 4-ൽ കുവൈറ്റ് എയർവേസ് സർവീസുകൾ വീണ്ടും ആരംഭിച്ചു. വ്യോമപാത വീണ്ടും തുറന്നതിനെ തുടർന്ന് ഞായറാഴ്ച മുതൽ സർവീസുകൾ ഘട്ടം ഘട്ടമായി പുനരാരംഭിച്ചതായി കമ്പനി അറിയിച്ചു. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് നീതു കൃഷ്ണ. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.